ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. ബൂസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ബദാം, കാഷ്നട്ട്, കപ്പലണ്ടി, ഗോതമ്പ് പൊടി, മിൽക്ക് പൗഡർ, കൊക്കോ പൗഡർ, പഞ്ചസാര. കപ്പലണ്ടി, ബദാം, കാഷ്നട്ട് എന്നിവ ആദ്യം ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി, ബദാം, കാഷ്നട്ട് ഇട്ട് നല്ല പോലെ ചൂടാക്കി ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചൂടാക്കിയെടുക്കേണ്ടത്. പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഗോതമ്പ് പൊടി ചെറിയ രീതിയിൽ പോലും കരിയാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം അത് നല്ല പോലെ തണുക്കണം. അത് ചൂടാറാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടിയുടെ അളവിൽ തന്നെ 1.5 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം. ഇവയെല്ലാം നമുക്ക് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എയർ ടൈറ്റായിട്ടുള്ള ടിന്നിൽ അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ അത് കട്ടയിൽ പോകും. ചൂട് പാലിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഹോം മെയ്ഡ് ബൂസ്റ്റ് ഒന്ന് കലക്കി നോക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന ബൂസ്റ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ബൂസ്റ്റിനും. പാലിൽ നല്ലപോലെ തന്നെ മിക്സായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.